നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ സ്വരത്തിനുടമയായ വൈക്കം വിജയലക്ഷ്മി മലയാളം, തമിഴ് ആരാധകർക്കെല്ലാം പ്രിയങ്കരയാണ്. വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനങ്ങളെല്ലാം പിന്നണി ഗാനരംഗത്ത് വേറിട്ട് നിൽക്കുന്നുണ്ട്. സെല്ലുലോയിഡിലെ കാറ്റേ കാറ്റ്, വടക്കൻ സെൽഫിയിലെ കൈക്കോട്ടും തൊട്ടിട്ടില്ല തുടങ്ങിയ ഗാനങ്ങൾ വൻ ജനപ്രീതിയാണ് നേടിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ വൈക്കം വിജയലക്ഷ്മിക്ക് കഴിഞ്ഞു. അതായത് കണ്ണിലെ ഇരുട്ടിനെ സംഗീതത്തിന്റെ വെളിച്ചം കൊണ്ട് മറികടന്നവൾ എന്ന് തന്നെ പറയാം. തന്റെ പരിമിതികളെ മറികടന്ന് സംഗീത ലോകത്ത് സ്വന്തമായ ഇടം കണ്ടെത്താൻ വിജയലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട്. കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് തറച്ചു കയറുന്ന ഒരു സ്വരമാധുര്യം മലയാളി ഒരിക്കലും മറക്കില്ല. പലപ്പോഴും തനിക്ക് വെല്ലുവിളിയായി മാറിയ കാഴ്ചപരിമിതിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഗായിക. വിജയലക്ഷ്മിയുടെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ വലിയ വാർത്തകളായിരുന്നു. ആദ്യ വിവാഹം നിശ്ചയം കഴിഞ്ഞുവെങ്കിലും ആ ബന്ധം മുന്നോട്ട് പോയില്ല. പിന്നീട് വിവാഹിതയായെങ്കിലും ആ ബന്ധം അധികമാവും മുമ്പ് തന്നെ വേർപിരിഞ്ഞു. ഒരു അഭിമുഖത്തിനിടെയാണ് വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും വിജയലക്ഷ്മി മനസ്സ് തുറന്നത്. ജീവിതത്തിന്റെ യാത്രയിൽ എന്നോടൊപ്പം വന്നു ചേർന്ന വ്യക്തി എന്നെ മനസ്സിലാക്കിയില്ല എന്നൊരു വിഷമം എന്റെ മനസ്സിലുണ്ട്. നമ്മുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇരിക്കുക, അച്ഛനെയും അമ്മയും എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുക, ബന്ധുക്കളിൽ സാമീപ്യം ഇല്ലാതാക്കുക തുടങ്ങി നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത്. അത് എന്നെ കൊണ്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നത് ആയിരുന്നില്ല. സഹിക്കെട്ടതോടെയാണ് ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത്. എന്റെ ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അച്ഛന്റെ അമ്മയുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാകാറുണ്ട്. എന്റെ ജീവിതവും എന്റെ തീരുമാനമാണ്. ആലോചിച്ച് തീരുമാനിക്കാനാണ് എല്ലാവരും പറഞ്ഞത്. അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണ് ഞാൻ മാറിയത് എന്ന ധാരണ എല്ലാവർക്കുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് വൈക്കം വിജയലക്ഷ്മി പറയുന്നത്. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അച്ഛനും അമ്മയുമാണ്. ഞാനൊരു വലിയ പാട്ടുകാരി ആകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അച്ഛനും അമ്മയും എപ്പോഴും കൂടെയുള്ളത് എന്റെ ഭാഗ്യം തന്നെയാണ്. എന്നെക്കാളും എന്റെ കണ്ണിന് കാഴ്ചശക്തി കിട്ടണമെന്ന ആഗ്രഹം കൂടുതലുള്ളത് അവർക്കാണ്. എന്റെ കണ്ണുകളുടെ അച്ഛനും അമ്മയും കാണുക എന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് വൈക്കം വിജയലക്ഷ്മി പറയുന്നു. സെല്ലുലോയിഡിലെ കാറ്റേ കാറ്റേ എന്ന് തുടങ്ങുന്ന പാട്ട് പാടിക്കൊണ്ടാണ് വിജയലക്ഷ്മി മലയാള സിനിമയിൽ പിന്നണി ഗായികയായത്. പിന്നീട് നിരവധി സിനിമകളിൽ പാടാനുള്ള അവസരം ലഭിച്ചു. മലയാളത്തിന് പുറമെ തമിഴിലും കന്നഡയിലും തെലുങ്കിലെ സിനിമകളിലും വിജയലക്ഷ്മി പാടിയിരുന്നു. കരിയറിൽ വലിയ ഉയരങ്ങൾ എത്തിയെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണ് താരം പരാജയപ്പെട്ടത്. 2016 വിജയലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു. എന്നാൽ തന്റെ കാഴ്ചപരിമിതി പരിഹസിച്ചതിനെ തുടർന്ന് സ്റ്റേജ് പരിപാടികൾ ഉപേക്ഷിക്കണമെന്നുള്ള ആവശ്യത്തെ തുടർന്നും അദ്ദേഹവുമായുള്ള ബന്ധം വിജയലക്ഷ്മി ഉപേക്ഷിച്ചു. പിന്നീട് 2018 മിമിക്രി താരം അറുപതുമായി വിവാഹിതയാവുന്നത്. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2021 ഗായിക ഈ ബന്ധവും അവസാനിപ്പിച്ചു.